कर्तव्यं दैवमासिकम् उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्ता त्रैलोक्यं मङ्गलं कुरु उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्ता त्रैलोक्यं मङ्गलं कुरु मातः समस्त जगतां मधुकैटभारे भक्तो विहारिणि मनोहर दिव्यमूर्ते श्रीस्वामि निश्चित जनप्रियदानशीले श्रीवेङ्कटेश दैते तव सुप्रभातम् मातः समस्त जगतां मधुकैटभारे भक्तो विहारिणि मनोहर दिव्यमूर्ते श्रीस्वामि निश्चित जनप्रियदानशीले श्रीवेङ्कटेश दैते तव सुप्रभातम् तव सुप्रभातमरविन्दलोचने भवतु प्रसन्नमुखचन्द्रमण्डले दितिशङ्करेन्द्रमणिताखिलैते वृषशैलनाथरैते दयास्ते अध्यात्मसप्तऋषयत्वमुपास्यकम् ഇന്നലെ തച്ചോടി തിരക്ക് പോയിരുന്നു, അതാ വൈകിയത്. നമുക്ക് അതല്ലേ ചൂടാവനെ ഇത്. നമുക്ക് പോകാനില്ല. ചായ കുടിച്ചാല് ഉറക്കം തെളിയൂ. എല്ലാ ബീരാനിക്ക ഇവിടെ പേപ്പർ എത്തിയിട്ടില്ല. ഇവിടെ എത്തിയല്ലോ. ഒരു അടുപ്പത്തിലൊരു ചായ നോട്ടെ. പത്രം വായന തുടങ്ങിയോ? കുഞ്ഞിരാട്ടും അതിന് വായിക്കാതെ എഴുതിയതാണ്. ഓ അത് ശരി. എന്താ വായിക്കടോ? തുടങ്ങുക വായിക്കേ. അങ്ങനത്തെ ഒരു ചങ്ക കിട്ടില്ല ഇവിടെ. എന്താ ഇത് പത്രം വായന തുടങ്ങി? വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആശ്വാസ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഇതുപോലത്തെ സംഘടനയാണ് ഉള്ളത്. ബീരാനിക്ക് അത് മാത്രല്ല, മരണാനന്തരം 10 ലക്ഷം രൂപ രക്ഷപ്പെട്ടു. അത് കച്ചവടക്കാർക്ക് ഗുണം ചെയ്യുന്ന കാര്യം എന്താ? അതല്ലേ പെരുത്ത് രസം. ഞമ്മക്ക് ചായ ഇല്ലടോ. ചായ കൊടുക്കാല. കോഴിക്കോട് കഞ്ചാവ് വേട്ട. കോഴിക്കോട് കഞ്ചാവ് വേട്ട. 2 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് പിടിക്കുന്നത് കാണാം, നേതാക്കൾ ഇടപെട്ട് ജാമ്യത്തിൽ വിടുന്നത് കാണാം. ഇവിടെ ഇങ്ങനെയാ നടക്കൂ. ശരിയാ ഗോപാലൻ പറഞ്ഞ്. ഇങ്ങനെ പോയാൽ
നമ്മുടെ നാടിന്റെ സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ശരിയാ. ബാക്കി ബാക്കി വായിക്കണോ? കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് കാരണം ഉണ്ടോ? കടലിൽ പോകരുതെന്ന് സർക്കാരിന്റെ നിർദ്ദേശം. എന്താ എന്റെ പത്രം വായന നടക്കട്ടെ. അങ്ങാടിയിലുള്ള ഇതിന് പീടിയില്ലേ അതിനെന്താ കൂട്ടിയില്ലേ? കുഞ്ഞിരാട്ട, ആ നിങ്ങൾ അറിയോ, വാടക വല്ലാതെ അങ്ങ് കൂട്ടി. ഓ പിന്നെ കുറച്ച് സാധനം ഷോപ്പിൽ ഇറക്കണം. ആ പിന്നെ കൂലിക്കൊരാളെ നിർത്തുകയാണെന്ന് പിന്നെ പറയേ വേണ്ട. അതുകൊണ്ട് ഞാൻ തൽക്കാല ഷോപ്പൊക്കെ നിർത്തി. എന്താ എനിക്ക് കട മുതലാളികളൊന്ന് പറഞ്ഞൂടെ? വാടകയിലൊന്ന് കുറച്ചില്ലേ? വീരാനിക്ക, ആ നമ്മുടെ അമേരിക്കന്റെ കാര്യസ്ഥനായ അമ്മദില്ലേ, അമ്മദ്. ആ ആ അമ്മദിനോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞതാ. എന്നിട്ടോ അദ്ദേഹം ഈ അമ്മദുണ്ടല്ലോ ഒന്നും അനുസരിക്കൂല, കാര്യങ്ങളൊന്നും പറഞ്ഞാൽ കേൾക്കൂല. മാത്രമേ പറയൂ. അതുകൊണ്ട് ഞാൻ അമ്മയോട് ഒരു കാര്യം ഞാൻ പറയും. എല്ലാം പടച്ചോനൊന്ന് കാക്കും. എല്ലാം ശരിയാവല്ല. ആ ആല്ല പോട്ടെ, ഇനി പത്രം വായിക്കും. ആ പരീക്ഷാഫലം നാളെയോരോ മേഖല വിജയത്തിളക്കത്തിൽ. ഭയങ്കരാത്ത വിദ്യാഭ്യാസം. മുകളിലേക്ക് മറിഞ്ഞു. ഇതെല്ലാതും സംഭവിക്കുന്നല്ലേ? ആ ലോറി മറിയല്. കുമാരേട്ടാ, ദൈവം എന്നിട്ട് സ്കൂളില് ഇൻസ്പെക്ഷൻ ഇട്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയതാ. ഒന്നടക്കെ ഇന്നലെ നിങ്ങളുടെ സ്കൂളിന്റെ അടുത്ത് ഒരു പോലീസ് വണ്ടി കണ്ടിട്ടല്ലോ, അതെന്തേനു? വീരാനിക്ക, ആ അത് സ്കൂളിന്റെ പരിസരത്ത് മയക്കുമരുന്ന് വിൽപ്പനയുണ്ടെന്ന് പറഞ്ഞിട്ട് അന്വേഷണത്തിന് വന്നതാ. ടീച്ചറെ, ഇത് വല്ലാത്തൊരു കലിയുഗം തന്നെ അല്ലേ? ഒന്നും വേണ്ട. നമുക്ക് വാർത്ത അറിയട്ടെ. അതൊന്നും അമീതപ്പ വന്നേ. അമീതേ, അനക്ക് സുഖമില്ലാടോ? എന്താ ഇങ്ങോട്ട്? എല്ലാം മനസ്സിലാക്കി. ശരിയാ. അമ്മ ഒരു കർക്കശക്കാരൻ. ആ പറഞ്ഞ പണി അവൻ ചെയ്യുന്നു. അതും ശരിയാ. ആ അങ്ങനെ കട തുറക്കണം. നാളെ തന്നെ കട തുറക്കണം. എന്താ വേണ്ടത് ചെയ്യാം. മകളുടെ കല്യാണമൊക്കെ ശരിയായതല്ലേ? പണത്തിന്റെ ചെലവൊക്കെ വരില്ലേ? മകളുടെ കല്യാണം ശരിയായ കാര്യം ഒരാളെ അറിയായിരിക്കും. അമീതേ, കുടിക്കാൻ എന്തെങ്കിലും?
ശരിയാ കുഞ്ഞിരാമൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നില്ല. അതുകൊണ്ട് തന്നെയല്ലേ വന്നത്. ആ, അതെ അതെ. അദ്ദേഹത്തിന് നാളെ തന്നെ കിടന്നുറങ്ങുക. ആടേണ്ടത്. അതൊക്കെ നമുക്ക് കൊണ്ടുപോയി ചെയ്യാം. എന്നാ പിന്നെ ഞാൻ പോട്ടെ. എന്നാ ശരിയാ. അൻത നമ്മൾ അമീദിന് കഴിഞ്ഞ കാലമെല്ലാം നല്ല ഓർമ്മയാണ്. പോയ നല്ലോനാ. ശരിയാ. ഈരാനിക്ക പറഞ്ഞ എല്ലടോ ഇവിടെ കുത്തിരി ഞാൻ പറയാ പോണ്ട നമുക്ക്. ഗോപാല 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 എന്റെ ചായന്റെ പൈസ എഴുതിക്കോളെ. ഒരു ബിസ്ക്കറ്റും ഒരു ചായയും. ആ എന്റെ ഒരു ചായ മാത്രം. ഒരു പഴമുണ്ടല്ലോ. കുഞ്ഞിരാമ കണക്ക് കൊടുത്തോ? കുഞ്ഞിരാമ ഒരു ചായയും ബിസ്ക്കറ്റ് അല്ലേ? ബിസ്ക്കറ്റ് ഒന്നുമില്ലടോ, വെറും ചായ. അതാ ഞാൻ എഴുതിയേക്ക്. എന്താ എന്താ സത്യ? ഇല്ലല്ലോ. അല്ല സരസേ സരസേ വരും മാറിപ്പോന്നപ്പാ. സരസേ ഓൻ ഈ രാവിലെ ഏടിയപ്പാ പോയേ? ആ ബേജാറുകൊണ്ട് പേര് പറഞ്ഞു. ഓരോന്റെ കൂട്ടുകാരെ തന്നെ പോയിട്ടുണ്ടാവുന്നു. സമാധാനം. എന്റെ അടുത്ത് കുറച്ച് കാശ് വാങ്ങിയിരുന്നു. എന്തോ മരുന്ന് വാങ്ങാനെന്നാ പറഞ്ഞേ. എന്ത് മരുന്നടോ? എന്ത് മരുന്ന്? അറിയില്ല അറിയില്ല. ഇങ്ങനെ പലപ്പോഴും എന്റെ അടുത്ത് കാശ് വാങ്ങിയിരുന്നു. ഇപ്പോഴേ ഇന്നലെയാ എനിക്ക് മനസ്സിലായത് എന്തിനാണെന്ന്. സരസേ നിന്റെ വീടിനടുത്തൊരു ബുള്ളറ്റ് വരുന്നത് കാണാറുണ്ട്. ഞാൻ വിചാരിച്ച് അവന്റെ സുഹൃത്തായിരിക്കണം. ഞാനും അങ്ങനെ കരുതിയത് ഓർമ്മയില്ല. ഇപ്പോഴാ അവന്റെ പെരുമാറ്റത്തിൽ മോശമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. ഗോപാല നിന്നോട് ഞാൻ പറഞ്ഞില്ല ഒരു ബുള്ളറ്റുകാരന്റെ കാര്യം. ഓന്റെ പോക്കിനെ പറ്റി അത്ര പന്തിയില്ല എന്നുള്ളത്. ആ ഈരാനിക്ക, ആ ഇത്തരക്കാരെ പിടിച്ച് ഇവിടെ പോലീസിലെത്തിക്കണം. അയ്യോ എന്റെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ വയ്യാതാക്കുന്നത്. പോലീസ് പിടിക്കുന്നതും കാണാം, ജാമ്യത്തിൽ വിടുന്നതും കാണാം. ഗോപാലൻ പറഞ്ഞു ശരിയാ. നമ്മളെ കുട്ടികളെ കണ്ണ് മേത്തൊരു കണ്ണ് വേണം നമ്മളെ സരസേ. ഇപ്പോഴത്തെ അമ്മമാരെല്ലാം മക്കൾക്ക് കൂട്ടാം. അതാ പ്രശ്നം. ആ ബീരാനിക്ക, ഇപ്പൊ അച്ഛനും അമ്മക്കും പറഞ്ഞ അനുസരിക്കാത്ത പിള്ളേരല്ലേ നമ്മളെ നാട്ടിലുള്ള. ജസ്റ്റ് അതാ ശരി. ആ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോലീസ് കൂട്ടുകാരിക്കണം. അതെ ശരിയാ ശ്രീരാമ. ടീച്ചറെ മോനെന്നെ തല്ലി. ഇപ്പൊ അവനെ കാണാനുമില്ല. ടീച്ചറെ എന്തോ ഒരു മരുന്നിന് പണം കൊടുക്കാത്തോണ്ടാ. ആ അത് മരുന്നല്ല. മയക്കുമരുന്നാ. ആ ടീച്ചറെ സ്കൂളിന്റെ അടുത്തൊരു പോലീസ് വണ്ടി കണ്ടെന്ന് പറഞ്ഞില്ലേ? അത് ആ ബുള്ളറ്റുകാരൻ അന്വേഷിച്ചായിരിക്കും അല്ലേ? ഞാൻ പറഞ്ഞില്ലേ ടീച്ചറെ, പോയി. നേരത്തെ ഞാൻ പറഞ്ഞല്ലേ ഇത്തരക്കാരെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കണം. എന്ത് വന്നാലും ഇത്തരക്കാരെ വെച്ചുപാർപ്പിക്കാൻ പറ്റൂല. ഇതിനെതിരെ ശക്തമായി നമുക്ക് പ്രതികരിക്കണം. പോലീസിന് വേണ്ടി എല്ലാ ഒത്താശയും ചെയ്യണം. ശരിയാ. എന്താ എല്ലാവരും ഒഴിച്ചിട്ടാവില്ലേ? ആ ഉണ്ടാവും ഉണ്ടാവും ഉണ്ടാകണം. ഉണ്ടാവും നമ്മളുണ്ടാവും. ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഈ നാടിൻ്റെ ഭാവിക്ക് വേണ്ടി യുവാക്കളാണ് ഈ നാടിൻ്റെ ഭാവി വാഗ്ദാനം. അവരെ നശിപ്പിക്കാൻ അനുവദിക്കരുത്. അവരെ നശിപ്പിക്കാൻ അനുവദിക്കരുത്. നമുക്ക് ഒന്നായി പ്രവർത്തിക്കാം. നമുക്ക് ഒന്നായി പ്രവർത്തിക്കാം. ഉണരുക. ഉണരുക നമ്മൾ. ഉണരുക നമ്മൾ.